അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും മാഷാ അല്ലാഹ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനാണ്. ഒരുപാട് തവണ ഞാൻ ആലോചിച്ചത് പറയണോ വേണ്ടയോ എന്ന്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞില്ലെങ്കിലും ശരിയാവത്തില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഒരാളെനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, എന്നെ വല്ലാതെ ഫോക്കസ് ചെയ്യുകയാണ്. ഞാൻ ലൈക്ക് ചെയ്യുന്ന വീഡിയോസ്, അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആലപ്പുഴ പോയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാനത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇന്ന് ഓഫീസിൽ പോയില്ലേ, മോൻ പഠിക്കാൻ പോയോ, മോൻ ഫുഡ് കഴിച്ചോ, മോനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ. പിന്നെ ഞാൻ ലൈക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ച് വലിയ ഇമോജീസൊക്കെ ഇടുമായിരുന്നു. വാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്ഭുതമായിട്ടൊക്കെ നമ്മളിടുന്ന ഇമോജീസാണ്, അതൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ വല്ലാതെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നെ. അപ്പം ഇത് ഫേക്ക് അക്കൗണ്ടാണ്, ആരാ എന്തുവാ ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, എന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല. എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ സെക്കൻഡറി ലൈഫിനോടോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം എനിക്കിപ്പോൾ ഒരു ചിന്ത എന്ത് പറഞ്ഞാൽ എൻ്റെ മകനെ സേഫാക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് നോക്കി പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതം ആ ഒരു ഇതിലാണ് ഇപ്പം ഞാനുള്ളത്. എനിക്ക് പിന്നെ ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു ജോലിക്ക് പോകുന്നു, അത്യാവശ്യം കാര്യങ്ങൾ മാഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ലൈഫോ അങ്ങനെയൊന്നും എനിക്ക് ചിന്താഗതിയില്ല. ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. കുറേ പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടും അവർ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പിന്നെ മെസ്സേജ് അയക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇവരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ കുറേ പേര് ചുമ്മാ കിടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എൻ്റെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മളത് നോക്കാൻ പോകേണ്ട കാര്യമില്ല. ചിലവർക്ക് എന്തിനാണ് വെറുതെ ഒരു പെണ്ണിൻ്റെ ഒരു റീല് കണ്ടെന്നോർത്തോ, ഒരു പെണ്ണിൻ്റെ ഒരു ഫോട്ടോ കണ്ടെന്നോർത്തോ ഒരു പെണ്ണ് മെസ്സേജ് അയക്കുന്നത് വിളിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഡാൻസ് ആക്ടിങ് ഇതിനോടെല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലാതെ അതിൻ്റെ അപ്പുറം വേറൊരു ചിന്തയോ അങ്ങനെയുള്ള ഇതൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ പുറകെ നടന്ന് നിങ്ങൾ സമയം കളയണ്ട. രാവിലെ മെസ്സേജ് അയക്കും, ഞാൻ ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ ഒക്കെ. ഞാൻ ഒരു അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പം വേറെ അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടാകുന്ന എന്നെ ഇങ്ങനെ വെറുതെ കിടന്ന് വിളിക്കേണ്ടെന്ന് ഇട്ടപ്പോൾ ഒരാൾ പറയുകയാണ്, ഈ ലോകം എന്നെക്കൊണ്ട് നന്നാക്കാൻ പറ്റില്ലെന്ന്. ശരിയാണ്, ഈ ലോകം എന്നെക്കൊണ്ട് നന്നാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും എൻ്റെ ലൈഫിനെ പറ്റി എനിക്ക് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ആരും എന്നെ ഫോളോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്നെ ഒരാൾ ഇങ്ങനെ ഫോളോ ചെയ്യുക, ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സമയം നോക്കി രാവിലെ ഞാൻ കയറുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഓൺലൈനിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കുക, എന്താണ് ഈ സമയത്ത് ഇറങ്ങിയത്. ഞാൻ എല്ലാ ലൈക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ അവർ കയറി എനിക്കിങ്ങോട്ട് തിരിച്ചയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല, എന്നെ ഫോളോ ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. നിങ്ങളുടെ സമയം വെറുതെ പോകത്തേ ഉള്ളൂ. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം എൻ്റെ പുറകെ നടന്ന് കളയേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിൽ ചില സമയത്ത് യൂട്യൂബ് വീഡിയോസ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇപ്പോൾ കൂടുതലും ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസാണ്. അതും കണ്ടിട്ട് ഞാൻ ഉറങ്ങിപ്പോകും. ഫുൾ ഓൺലൈനിൽ കാണുന്നത് ഞാൻ നെറ്റ് ഓഫ് ചെയ്യാറില്ല. എൻ്റെ ഹസ്ബൻഡായിരുന്ന ആൾക്കറിയാം, ഞാൻ നെറ്റ് ഓഫ് ചെയ്യാറേ ഇല്ല. നെറ്റ് എപ്പോഴും അതാണ് എന്നെ ഓൺലൈനിൽ കാണുന്നത്. അപ്പം എന്നെ ഇങ്ങനെ ചുമ്മാ കിടന്നോരോ പെണ്ണുങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഉള്ള വില കളയാണ്ടിരിക്കുക. പിന്നെ എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനോടൊന്നും യാതൊരുവിധ താല്പര്യമില്ലാത്ത ആളാണ്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാം പ്രണയം, അതിനോട് ഒരു വിധത്തിലും യോജിക്കുന്ന ആളേ അല്ല ഞാൻ. ഇൻസ്റ്റാഗ്രാം പ്രണയത്തിനോട്, ചാറ്റിങ്, അതുപോലെ തന്നെ ഞാൻ പണ്ടൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നോട് ആരും അതായത് ഇങ്ങോട്ട് വരരുത്, നമ്മുടെ അടുത്ത് ഇഷ്ടം ആണ്, അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വരരുതെന്ന് പറയാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതൊക്കെ അടുത്ത് കണ്ട് എന്നോട് ചോദിച്ചു എന്തായാലും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. പക്ഷേ എല്ലാ പെൺകുട്ടികൾക്കും ഇത് വരുന്നതാണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പൊതുവേ എല്ലാവർക്കും വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടും കൂടി ഞാൻ ഒരു ഇതിൽ നോക്കിയപ്പോൾ എൻ്റെ സ്ഥലം എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത്. പിന്നെ ഇവരെയൊന്നും ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വേറെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, യാതൊരുവിധ കാര്യങ്ങളുമില്ല.
പിന്നെ അതിന് ചുമ്മാ കിടന്ന് എല്ലാം ഞാൻ റെസ്ട്രിക്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. ഇപ്പം എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ ഏത് രീതിയാണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എന്താ പറയുക, നമുക്ക് അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് എന്നതിലേക്ക് പോകാനാണെങ്കിൽ എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അവസരങ്ങളിലൊന്നും നമ്മൾ പോകാതെ നമ്മൾ പിടിച്ച് എന്താ പറയുക, എനിക്ക് എൻ്റെ മകനാണ് ലോകം. എൻ്റെ മകന് അതിൻ്റെ അപ്പുറം ഞാൻ വേറൊരു ലോകവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പം ഇനി പഠിച്ചവൻ എന്താണ് വിധിക്കുന്നതല്ല, എനിക്ക് എൻ്റെ മകനുമായിട്ട് ഇങ്ങനെയൊക്കെ പോകാം, അത്രേ ഉള്ളൂ. ഞാൻ പല ഘട്ടത്തിൽ കൂടെയും കടന്നു വന്ന ആളാണ്. ഞാൻ ആരുടെയും പിടിയിൽ ഞാൻ പെട്ടിട്ടില്ല. എന്നെ അറിയാവുന്ന ഒരുപാട് പേർക്കറിയാം എൻ്റെ ക്യാരക്ടർ, എൻ്റെ രീതി, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പൊതുവേ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ റീല് ചെയ്യുന്നത് എനിക്ക് ഡാൻസ്, പാട്ട്, ആക്ടിങ്ങൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഞാൻ റീൽ ചെയ്യുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇപ്പം എന്നെ ഇത്രയും ഫോളോ ചെയ്യുന്ന ആൾക്ക് എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലും കാണുമെന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും തീർച്ചയായിട്ടും അയാളുടെ യൂട്യൂബ് ചാനൽ കാണുമെന്നറിയാം. അത് രാവിലെ ആയാലും ഞാനൊരു ഓൺലൈനിൽ വന്നാലും എന്നെ വർക്കിംഗ് സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടാലും ഉടനെ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അതെന്താണ് ഏതാണ്, ഒരു നമ്പറിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ വേറൊരു നമ്പറിൽ തുടങ്ങുക. കുറേ പേര് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവരെയൊന്നും നോക്കിയിട്ടേ യാതൊരുവിധ കാര്യങ്ങളുമില്ല. നമ്മുടെ കാര്യം നോക്കി നമ്മളങ്ങ് പോവുക, അത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു പെണ്ണിനെ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, വിളിക്കാതിരിക്കുക. ഞാൻ ഒരുപാട് തവണ എൻ്റെ യൂട്യൂബ് ചാനലിലും ഒക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞതാണ്, ഒരാൾ എന്നോട് പറയുകയാണ് എൻ്റെ കമൻറ്റ് കൂട്ടാനാണോ ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ കമൻറ്റ് കൂട്ടാനും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആരാന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവാണ്. എന്നാലും ആളെ അധികം എന്താ പറയുക, ഞാനുമായിട്ട് അധികം സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ ആരാണോ എന്താണോ പറയുന്നില്ല. അങ്ങനെയുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് ഓപ്പണായിട്ട് പറയാമായിരുന്നു. ഇന്നപോലെ ഈ വ്യക്തിയുമായിട്ട് ഇത്ര അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാമായിരുന്നു. പക്ഷേ അതെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞ് എനിക്ക് കമൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഒരാളുടെ ഒരു കാര്യങ്ങളും പറയാനൊന്നിനും എനിക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്നെ വിളിക്കുന്നത്, എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എന്നോട് പ്രപ്പോസൽ പറയുന്നത്, അതൊന്നും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. അത് ഞാൻ റിയാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.